പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മാലാഖമാരെ അവഗണിക്കരുത് എന്നതിനെക്കുറിച്ചാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയുടെ സമയത്ത് അനേക കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കും. പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ ഈ സമയത്ത് ഉണ്ടാകുക തന്നെ ചെയ്യും. തൊടുപുഴയിൽ നിന്ന് ഒരു വിശ്വാസി അദ്ദേഹത്തിൻ്റെ അനുഭവം എഴുതി അറിയിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾ ഷാലോം ടി വിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരമായി കാണുന്നവരാണ്. ഞങ്ങൾക്ക് കുറേ നാളായി ബാങ്കിൽ വെച്ച ഒരു ആധാരം റിലീസ് ചെയ്ത് കിട്ടണമായിരുന്നു. അതിനാവശ്യമായ എല്ലാ പേപ്പേഴ്സും ശരിയായി. എങ്കിലും എന്തുകൊണ്ടോ ആധാരം റിലീസ് ചെയ്ത് കിട്ടിയില്ല. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. ജൂലൈ 22-ാം തീയതി ഞായറാഴ്ചയിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം ഈ ഒരു കാര്യത്തിന് വേണ്ടി കാഴ്ചവെച്ച് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. വീട്ടിലെ കുട്ടികൾ മുതൽ എല്ലാവരും കണ്ണീരൊഴുകി പ്രാർത്ഥിച്ചു. 23-ാം തീയതി തിങ്കളാഴ്ച 10:30 ആധാരം റിലീസ് ചെയ്ത് കിട്ടി. ഈ വിവരം ഞങ്ങൾ സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അറിയിക്കുന്നു. തൊടുപുഴയിൽ നിന്ന് ഒരു വിശ്വാസി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒത്തിരി നാളുകളായി റിലീസ് ചെയ്ത് കിട്ടാതെ വിഷമിച്ചിരുന്ന ആധാരം
അഭിഷേകത്തിന് പ്രോഗ്രാമിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ തടസ്സങ്ങൾ മാറി അവരുടെ കുടുംബത്തിൽ കിട്ടാൻ തക്കവത് അനുഗ്രഹിച്ചു. ഞായറാഴ്ച പ്രാർത്ഥിച്ചു, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ആധാരം അവരുടെ കയ്യിൽ കിട്ടാൻ തക്കവണ്ണം ദൈവം ഇടപെട്ടു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ദൈവത്തിൻ്റെ അത്യത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ദുഃഖം എന്ത് തന്നെയായാലും, നിങ്ങളുടെ മനോവേദന കർത്താവിനോട് പറയുക. യേശുക്രിസ്തുവിൻ്റെ ശക്തി വ്യാപരിക്കും. അവിടുന്ന് ദുഃഖങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഇപ്പോൾ അത്ഭുതകരമായി അവിടുന്ന് വ്യാപരിക്കണമേ. ഒരുപാട് കെട്ടുപാടുകളിരിക്കുന്നവർ, ഒരുപാട് ദുഃഖബന്ധങ്ങളിലിരിക്കുന്നവർ, ഒരുപാട് കണ്ണുനീരിലിരിക്കുന്നവർ, ഒരുപാട് മനോവേദനകളിലിരിക്കുന്നവർ ഇപ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ, അത്ഭുത വിടുതൽ പ്രാപിക്കട്ടെ. സ്വർഗം ഇറങ്ങി വരുന്ന അനുഭവം, സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം, ദൈവിക സ്പർശനങ്ങൾ ലഭിക്കുന്ന അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചുട്ടു തപിച്ചിരിക്കുന്ന മനസ്സുകൾ ഇപ്പോൾ ആത്മീയ സമാശ്വാസം പ്രാപിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവത്തിൻ്റെ സമാധാനം കരകവിഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളുടെ മേൽ ഇപ്പോൾ അങ്ങയുടെ കരങ്ങൾ വെക്കണമേ കർത്താവെ. ഓരോ ഭവനത്തിലും ഓരോ ഇടങ്ങളിലും ഇരുന്ന് വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും അങ്ങയുടെ അത്ഭുത കരങ്ങൾ വെച്ച് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരെ അവഗണിക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു സാന്നിധ്യമാണ് ദൈവദൂതന്മാരുടെ സാന്നിധ്യം. ഒരു ദൈവ പൈതൽ ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്ന 100 അപകടങ്ങളിൽ നിന്ന്, 100 ഊരാക്കുടുക്കുകളിൽ നിന്ന്, 100 പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ദൈവ പൈതലിനെ രക്ഷിക്കുവാൻ ദൈവം നിയോഗിച്ച പ്രത്യേകമായ ദൂതന്മാരാണ് മാലാഖമാരെന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകൾ പോലും ഈ ദൂതന്മാർ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടി സംരക്ഷണം ഏർപ്പെടുത്തും. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. അച്ഛൻ്റെ ജീവിതത്തിലുള്ള ഒരു സംഭവമാണ്. സഗീവൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിൻ്റെ ബുധനാഴ്ച ദിവസം വൈകുന്നേരം ആന്തരിക സൗഖ്യ ആരാധന ആരംഭിച്ചിരിക്കുകയാണ്. അത് മണിക്കൂറുകൾ നീളുന്ന ഒരു ശുശ്രൂഷയാണ്. രാത്രി 7 മണി ഇരുട്ട് നന്നായിട്ട് മയങ്ങി അങ്ങനെ ആന്തരിക സഭയ്ക്ക് ആരാധന ആരംഭിച്ചു. എല്ലാ ലൈറ്റുകളും ഓഫാക്കി അൾത്താരിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ജനം മുഴുവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷകരെല്ലാം അൾത്താരിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ സാത്താൻ പ്രവർത്തിക്കുകയാണ്. സാത്താൻ പറഞ്ഞു, ഈ സമയത്ത് പുറത്തേക്ക് പോവുക, ഈ സമയത്ത് പുറത്തു പോയി ആത്മഹത്യ ചെയ്യുക, ഇപ്പോൾ ആത്മഹത്യ ചെയ്താൽ ആരും കാണുകയില്ല. അങ്ങനെ ആ വ്യക്തി ആ ധ്യാന ഹാളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് കടന്ന് പുറകിലുള്ള വാതിലൂടെ ധ്യാന കേന്ദ്രത്തിന് പുറത്തേക്ക് കടന്നു. അപ്പോൾ ആ വ്യക്തിയുടെ മുൻപിൽ ഒരു അത്ഭുത ദൃശ്യം കാണുകയാണ്. ഇതാ ലോഹ ധരിച്ച വൈദികനെ പോലുള്ള ഒരാൾ ധൂപാർപ്പണം നടത്തി ധൂപകലശത്തിൽ പരിമളദ്രവ്യം ചേർത്ത് ധൂപം അർപ്പിച്ച് ആ വ്യക്തിയുടെ നേരെ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് ആ വ്യക്തി കാണുന്നത്. ആ ധൂപം അദ്ദേഹത്തിൻ്റെ മേൽ തട്ടിയതും അദ്ദേഹം ഓടി വചനഹോളിനുള്ളിൽ കയറി മറ്റാളുകളോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് ഹോൾ വിട്ട് പോകണമെന്നോ ആത്മഹത്യ ചെയ്യണമെന്നോ ഉള്ള പൈശാചിക പീഡ ഉണ്ടായിട്ടില്ല. ധ്യാനത്തിൻ്റെ സമാപനത്തിൽ വ്യാഴാഴ്ച രാത്രി അദ്ദേഹം സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയ സംഭവമാണിത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സംഭവത്തെ ദൈവസന്നിധിയിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛന് മനസ്സിലായൊരു കാര്യമുണ്ട്. ആരും ശ്രദ്ധിക്കാനില്ലാതിരുന്ന സമയത്ത് ഈ വ്യക്തി ദുഷ്ടാരൂപിയുടെ പിടിയിലാകപ്പെട്ട് നാശത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ, അന്ന് ഋഗ്വേലിൻ്റെയും യദനായുടെയും കുടുംബത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂതൻ ഈ മകൻ്റെയും ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മാർഗമധ്യ ഇടപെട്ട് അദ്ദേഹത്തെ അത്ഭുതകരമായി വിടുവിച്ചൊരു സംഭവമായിട്ടാണ് എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തന്നത്. ആ സമയത്ത് ഒരു വൈദികനും ആ വഴിക്ക് പോയിട്ടില്ല. അത് ദൈവദൂതൻ ഇറങ്ങി ആ വ്യക്തിയെ സഹായിച്ച ഒരു അത്ഭുത നിമിഷമായിരുന്നു അത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ബൈ ചാൻസിൽ സംഭവിച്ചതാണ് എന്ന് വിചാരിക്കരുത്. ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചപ്പോൾ മാലാഖമാരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു ദൈവത്തിൻ്റെ മക്കളെ
ദൈവത്തിൻ്റെ ദൂതന്മാർ സംരക്ഷിക്കണം എന്നുള്ളത്. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ ദൂതന്മാർ പരിചരണം കൊടുക്കണം എന്നുള്ളത് നമ്മുടെ സ്നേഹമുള്ള പിതാവായ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതാണ് ഹെബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സേവക ആത്മാക്കളല്ലേ അവരെല്ലാം. മാലാഖമാരെക്കുറിച്ച് ഹെബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളല്ലേ അവരെല്ലാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വലിയ ദൈവവചന ദൂത് ഗ്രഹിച്ചതിൽ പിന്നെ അച്ഛൻ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലെ ഓരോ ധ്യാനം തുടങ്ങുമ്പോഴും സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വരുന്ന ഓരോരുത്തരെയും അവരുടെ ഓരോ പീഡകളിൽ നിന്ന് വിടുവിക്കുവാൻ, പ്രത്യേകിച്ച് അച്ഛന് നോട്ടമെത്താത്ത മേഖലകളിൽ, അച്ഛന് ശ്രദ്ധിക്കാൻ പറ്റാത്ത മേഖലകളിൽ ദൈവദൂതന്മാരെ ഭരമേൽപ്പിക്കുന്നത് അച്ഛൻ്റെ ഒരു പ്രാർത്ഥനാ രീതിയായി മാറി. പ്രൈസ് ദി ലോർഡ്. അതിനനുസരിച്ച് ഓരോ സമയത്തും ദൂതന്മാർ ഇറങ്ങി വലിയ സംരക്ഷണം നൽകുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് മേഖലകളിൽ ദൈവദൂതന്മാർ ഇറങ്ങി സംരക്ഷിക്കും. ഒരു ദിവസം സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മറ്റൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ രാജു നെല്ലിക്കാമല എന്ന് പറഞ്ഞൊരു കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവ്, ഒരു കുടുംബത്തെയാണ് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവ് ഒരു മർക്കട മുഷ്ടിക്കാരൻ, ഒരു കഠിന മദ്യപാനി, ഒരു തോന്നിവാസി. ഭാര്യ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തി, ഒത്തിരി ദൈവവിശ്വാസമുള്ള വ്യക്തി, ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി. അങ്ങനെ പ്രാർത്ഥിച്ച് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം, ഒരല്പം വെള്ളം കുടിച്ച് ഒന്ന് മൂത്രമൊഴിച്ച് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം കൗൺസിലിംഗ് നടന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം കുറച്ച് ദൂരത്തേക്ക് മാറിപ്പോയി. അദ്ദേഹം വന്ന് അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സൂട്ട് കേസ് കയ്യിലെടുത്ത് അദ്ദേഹം ഒരു 11 മണി സമയത്ത് അദ്ദേഹത്തിൻ്റെ സൂട്ട് കേസ് കയ്യിലെടുത്ത് ആരും അറിയാതെ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു ഭാഗത്തൂടെ മതിൽ ചാടി അല്ലെങ്കിൽ കോമ്പൗണ്ട് ചാടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം പെട്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഇതാരും കാണുന്നില്ല. എല്ലാവരും ശുശ്രൂഷയിൽ മുഴുകിയിരിക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥനാ ഹാളിലാണ്, എല്ലാവരും ധ്യാനത്തിലാണ്. എന്നാൽ ഈ വ്യക്തി ചെയ്തതാകട്ടെ, സ്വന്തം സൂട്ട് കേസ് എടുത്ത് അദ്ദേഹം വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. അദ്ദേഹം പോകുന്ന വഴിക്ക് ഒരല്പം ദൂരം നീങ്ങിയതിന് ശേഷം അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അദ്ദേഹം കണ്ടൊരു കാഴ്ചയുണ്ട്. ഇതാ 2 കരങ്ങളും കൂട്ടിയടിച്ച് ഇങ്ങനെ ഒരു വ്യക്തി, അച്ഛനെ പോലെ ഒരു വ്യക്തി അദ്ദേഹത്തെ മാടി വിളിക്കുന്നത് അദ്ദേഹം കണ്ടു. ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതാ വട്ടായിലച്ചൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരിക്കുന്നു, ഇനി രക്ഷപ്പെടാൻ സാധ്യമല്ല. അദ്ദേഹം തിരിച്ചു വന്ന് പെട്ടി കട്ടിലിൽ വെച്ചിട്ട് അദ്ദേഹം രാജു ബ്രദറിൻ്റെ അടുത്ത് വന്നിരുന്ന് കൗൺസിലിംഗ് ബാക്കി കാര്യങ്ങൾ പൂർത്തിയാക്കി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെല്ലേണ്ട ആവശ്യമുണ്ടോ? ഉടനെ രാജു ബ്രദർ പറഞ്ഞു, അച്ഛൻ ഇന്ന് ഇവിടെ സ്ഥലത്തില്ല, അച്ഛൻ ഇന്ന് വൈദികരുടെ മാസധ്യാനത്തിന് പോയിരിക്കുകയാണ്. അന്ന് അച്ഛൻ സ്ഥലത്തില്ലാതിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു അനുഭവം ദൈവം കൊടുത്തത്. അപ്പോൾ വൈദികന്റെ രൂപത്തിൽ ആരാണ് അദ്ദേഹത്തെ കൈകൊട്ടി മാടിയത്? ആ സംഭവം വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ആ വ്യക്തിയുടെ നിത്യനാശത്തിൽ നിന്ന്, ആ വ്യക്തി ധ്യാനം വിട്ട് പോകുന്നതിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ ഭക്തർക്ക് ചുറ്റും ദൈവദൂതന്മാർ പാളയം അടിച്ച് വസിക്കുന്നു. കർത്താവിൻ്റെ ഭക്തർക്ക് ചുറ്റും ദൈവദൂതന്മാർ പാളയം അടിച്ച് വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. എൻ്റെയും നിങ്ങളുടെയും ഓരോ ദൈവ പൈതലിൻ്റെയും ചുറ്റിലും ദൈവത്തിൻ്റെ അസംഖ്യം ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ട്. കർത്താവിൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ദൈവദൂതന്മാർ പാളയം അടിച്ച് വസിക്കുന്നു. ഒരു കോട്ട പോലെ ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവഭക്തർക്ക് ചുറ്റും ഇരിക്കുന്നു, വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്. നമ്മൾ വിശ്രമിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല വിശ്രമിക്കുന്നത്. നമ്മളൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല ഏർപ്പെടുന്നത്. നമുക്ക് ചുറ്റും അസംഖ്യം ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായിരിക്കും. ഈ ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഒരു ദൈവവചന ചുറ്റിലും അഗ്നി കൊണ്ടുള്ള
അഗ്നി കൊണ്ടുള്ള ഒരു കോട്ട പോലെ നിൽക്കുന്നുവെന്ന് സക്കറിയ 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒന്നും കൂടെ വെളിപ്പെടുത്തുന്ന സംഭവമാണ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നാം കാണുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. ഏലീഷായും ഏലീഷയുടെ ഭൃത്യനും ഇതാ ഒരു മലയിൽ വിശ്രമിക്കുകയാണ്. ശത്രു രാജ്യമായ സിറിയ രാജാവ് സൈന്യത്തെ അയച്ച് ഏലീഷായെ പിടിച്ചു കെട്ടി തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പട്ടാളത്തെ അയച്ച് കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ശത്രു പട്ടാളം ഏലീഷ ഇരുന്ന മലയുടെ ചുറ്റിനും വന്ന് പാളയമടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവാചകൻ്റെ ഭൃത്യൻ പ്രമാദത്തിൽ ഉണർന്നപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു പോയി. കാരണം ശത്രു സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം നിലവിളിച്ചു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അദ്ദേഹം നിലവിളിച്ച് ഓടി. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, അവരോട് കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മോട് കൂടെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരോട് കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മോട് കൂടെ ഇരിക്കുന്നു. എന്നിട്ടും പ്രവാചക ഭൃത്യൻ്റെ ഭയം മാറുന്നില്ല. അപ്പോൾ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവം ഭൃത്യൻ്റെ കണ്ണ് തുറന്നു. അപ്പോൾ ഏലീഷായ്ക്ക് ചുറ്റും മല ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. ഏലീഷായ്ക്ക് ചുറ്റും മല ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഏലീഷായ്ക്ക് ചുറ്റും സ്വർഗത്തിൻ്റെ ദൂതന്മാർ, അഗ്നിമയന്മാർ വലയം ചെയ്തിരിക്കുന്നതാണ് ഭൃത്യൻ കണ്ടത്. അവൻ്റെ പേടി വിട്ടുപോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ദൈവ പൈതലിൻ്റെ ചുറ്റിലും, വിശുദ്ധിയോടിരിക്കുന്ന ഓരോരുത്തരുടെ ചുറ്റിലും അസംഖ്യം ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. അസംഖ്യം ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകത്തിൽ 91-ാമത്തെ അധ്യായം അതിൽ 11-12 വാക്യങ്ങൾ അതിന് പ്രകാരമാണ് പഠിപ്പിക്കുന്നത്. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിക്കും. ഓരോ ദൈവ പൈതലിനുമുള്ള വാഗ്ദാനമാണിത്. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നാം രാത്രിയിൽ ഉറങ്ങുമ്പോൾ, നാം യാത്ര ചെയ്യുമ്പോൾ, നാം വിശ്രമിക്കുമ്പോൾ, നാം മറ്റ് പലരോട് ഇടപെടുമ്പോൾ നമുക്കെതിരെ വരുന്ന ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന്, ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന്, ഒരുപാട് തകർച്ചകളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുത ദൈവിക സാന്നിധ്യമാണ് ദൈവദൂതന്മാരുടെ സാന്നിധ്യം. ദൈവദൂതന്മാരെ അവഗണിക്കരുത്, ദൈവദൂതന്മാരെ ഗൗനിക്കാതിരിക്കരുത്. ദൈവദൂതന്മാരെ നാം സ്മരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാത്ര പുറപ്പെടുമ്പോൾ ദൈവദൂതന്മാരെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നിയോഗിക്കണം. ഹല്ലേലൂയ. നാം ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ, ഭവനത്തിൻ്റെ, കോമ്പൗണ്ടിൻ്റെ സംരക്ഷണത്തിന് ചുമതല ദൈവദൂതന്മാരെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവദൂതന്മാരുടെ സാന്നിധ്യം വഴിയുള്ള അത്ഭുതങ്ങൾ അവർ കാണുക തന്നെ ചെയ്യും. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സംരക്ഷണത്തിനും ഞങ്ങളുടെ പരിചരണത്തിനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന ദൈവദൂതന്മാരെക്കുറിച്ച് ഗ്രഹിച്ച് ദൈവദൂതന്മാരുടെ പരിചരണവും ദൈവദൂതന്മാരുടെ സംരക്ഷണവും ഏറ്റുവാങ്ങി ഈ ജീവിതം അല്പം കൂടെ ശോഭനമാക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആത്മീയ അഭിഷേകം, ആത്മീയ പൗരുഷം, ആത്മീയ കൃപ, ആത്മീയ ശക്തി ഞങ്ങളുടെ മേൽ വീണ്ടും വീണ്ടും നൽകി ഞങ്ങളെ അഭിഷേകത്തിനും ഉയർത്തി ദൈവദൂതന്മാരുടെ പരിചരണം സ്വീകരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായി, ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായി ആവേശത്തോടെ ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഭയത്തിലിരിക്കുന്നവരുടെ ഭയത്തിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം ദൈവദൂതന്മാർ അവരുടെ ഭവനങ്ങൾക്ക് ചുറ്റിലും വ്യക്തമായി നിലകൊള്ളുന്നത് കാണാൻ തക്കവണ്ണം കർത്താവെ, അങ്ങയുടെ ദാസന്മാരുടെ കണ്ണുകൾ തുറക്കണമേ, അങ്ങയുടെ ദാസിമാരുടെ കണ്ണുകൾ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതം
ഒരു ദൈവദൂതൻ നൽകുന്ന അത്യുന്നതമായ ഒരു അനുഗ്രഹമാണ് ദൈവദൂതന്മാരുടെ സംരക്ഷണം. പ്രൈസ് ദ ലോർഡ്. ഓരോ ദൈവപൈതലും ജീവിതത്തിലെ നിത്യ സംഭവമാണ്, ഒരു നിത്യ യാഥാർത്ഥ്യമാണ് ദൈവദൂതന്മാരുടെ സാന്നിധ്യം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. മകനെ, മകളെ, നീ ഇരിക്കുന്ന ഇടങ്ങളിൽ, നീ വസിക്കുന്ന മുറിയിൽ, നീ വ്യാപരിക്കുന്ന ഭവനത്തിൽ, ആ കോമ്പൗണ്ടിൽ, ആ പ്രവേശന കവാടങ്ങളിൽ, ആ ഭവനം മുഴുവനിൽ ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. ദൈവദൂതന്മാർ അവിടെ സഞ്ചരിക്കുന്നുണ്ട്. ദൈവദൂതന്മാർ അവിടെ ഇടതും തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. ദൈവദൂതന്മാർ അവിടെ വ്യാപരിക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എനിക്കായി കൽപ്പിച്ച് നിയോഗിച്ചിട്ടുള്ള എല്ലാ ദൂതന്മാരെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ദൈവദൂതന്മാരുടെ അകമ്പടിയോടെ നടക്കുമ്പോൾ, ദൈവദൂതന്മാരുടെ കൂട്ടായ്മയിൽ വ്യാപരിക്കുമ്പോൾ, ദൈവദൂതന്മാരോടൊത്ത് ആരാധിക്കുമ്പോൾ, ദൈവദൂതന്മാരോടൊത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങേക്ക് ഹിതകരമായി തീരാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവദൂതന്മാർ അവരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. ഇപ്പോൾ എല്ലാ ദൈവമക്കളും വിശ്വാസത്തിൻ്റെ കൃപ മങ്ങിപ്പോയവർ വിശ്വാസ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആന്തരിക ഉണർവ് മങ്ങിപ്പോയവർ ആന്തരിക ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അനുതാപം നഷ്ടപ്പെട്ടവർ അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കൃപ, ആത്മീയമായ ദൈവിക കൃപ കുറഞ്ഞു പോയവർ, ശുശ്രൂഷ കൃപകൾ കുറഞ്ഞു പോയവർ ശുശ്രൂഷ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാ ദൈവം തൻ്റെ അത്ഭുത ശക്തി വർഷിക്കുന്നു. ഓരോ മകനും മകൾക്കും വേണ്ടി ദൈവദൂതന്മാർ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദൈവം കൽപ്പിച്ച് നിയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ ദൂതന്മാർ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപയുടെ അഭിഷേകം അങ്ങയുടെ മക്കളുടെ മേൽ കരകവിഞ്ഞൊഴുകട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ട മക്കൾക്ക് വിശ്വാസകൃപ ലഭിക്കട്ടെ. ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ട മക്കൾക്ക് ആത്മീയ ഉണർവ് ലഭിക്കട്ടെ. കർത്താവേ, ശുശ്രൂഷ കൃപകളിൽ അത്ഭുത വളർച്ച നൽകണമേ. കർത്താവേ, അത്ഭുത സ്ഥിരപ്പെടുത്തലുകൾ നൽകണമേ. കർത്താവേ, അത്ഭുതകരമായി അഭിഷേകം നൽകി ഉണർത്തണമേ. കർത്താവേ, അത്ഭുതകരമായി ഉണർവ് നൽകണമേ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവേ, അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക ഉണർവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക ബന്ധനങ്ങൾ പൊട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ബന്ധനങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര കോട്ടകൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ആധിപത്യങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വംശങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എൻ്റെ പേര് ഏലി PC. ഞാൻ ചുണ്ടയിൽ നിന്ന് വരുന്നു. എനിക്ക് 18 വർഷമായി തലയ്ക്കകത്ത് കുറേ ഭാഗം വട്ടത്തിൽ വേദനയുണ്ടായിരുന്നു. ആ തലയുടെ ഉള്ളിൽ അത് ഇളകുന്നത് പോലെ തോന്നും. 2 മാസമായിട്ട് അത് വളരെ കൂടുതലായിരുന്നു. തലവേദന വന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 മണിക്കൂറെങ്കിലും പോയി കിടന്നാൽ മാത്രമേ പിന്നെ എനിക്ക് എണീറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഞാനിവിടെ വരുമ്പോൾ മരുന്ന് വാങ്ങി കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും എനിക്ക് അത് മാറിയിട്ടില്ലായിരുന്നു. വലത് ചെവിക്കുള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ഇടത്തെ കൈ ഒരം മുതൽ ഈ വിരൽ വരെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും കസേരയിലിരുന്ന് കേൾക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു സെമിനാറിനോ ഒക്കെ പങ്കെടുത്തിട്ട് എന്തെങ്കിലും എഴുതിയെടുക്കാനോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വലത് കൈക്ക് ഒരം മുതൽ വിരലിൻ്റെ അറ്റം വരെ ഇങ്ങനെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാകുമായിരുന്നു. ഇതൊരു 35 വർഷമായി തുടങ്ങിയിട്ട്, തലവേദന 18 വർഷത്തോളമായി. അപ്പോൾ ഈ കൈയുടെ വേദന ചൊവ്വാഴ്ച ആരാധനയുടെ സമയത്ത് എൻ്റെ വലത് ഒരത്തിൻ്റെ പുറകു ഭാഗത്ത് ഭയങ്കര ഒരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടു. പിറ്റേ ദിവസം എനിക്ക് ഇവിടെ ഇരുന്ന് എഴുതുമ്പോൾ തീരെ വേദനയില്ലായിരുന്നു. തലവേദന പോയത് എനിക്ക് ശരിക്കും അനുഭവമായി. അപ്പോൾ എനിക്ക് വീണ്ടും കൈക്ക് സഹിക്കാൻ പറ്റാത്ത പോലെ വേദന വന്നു ഇന്നലെ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്കൊരു അവസരം കിട്ടിയാൽ ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോഴെൻ്റെ വേദന പോയി. ഇപ്പോൾ എൻ്റെ ഈ കൈക്ക് ഇരിക്കുമ്പോൾ വേദനയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ കൈക്ക്, ഇടത്തെ കൈക്ക് മാത്രം. പ്രൈസ് ദി ലോർഡ്. 35 വർഷമായുള്ള രോഗപീഠയാണ് അത്ഭുതകരമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപ്പോൾ യേശുക്രിസ്തു എടുത്തു മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിച്ചത്. ഇപ്പോൾ പരിപൂർണ സൗഖ്യം ഈ സഹോദരി അനുഭവിക്കുന്നു. നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. വിശ്വസിച്ച ദൈവത്തിന്റെ
മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം.